ഷമി പ്രഭാകർ കൂടി ചേരുന്നുണ്ട് നിലമ്പൂരിൽ നിന്ന്. ഷമി, നമ്മൾ കണ്ടതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വെല്ലുവിളിയായിരുന്നു ആദ്യം നമ്മൾ കണ്ടത്. എന്തുകൊണ്ട് CPIഎമ്മിന് സ്ഥാനാർത്ഥിയായി അവിടെ തെരഞ്ഞെടുപ്പ് ബൂത്ത് തല പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന എം സ്വരാജ് വരുന്നില്ല? എന്തുകൊണ്ട് എം സ്വരാജ് അത് ഏറ്റെടുക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു വലിയ വെല്ലുവിളിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം നടത്തിയത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വെല്ലുവിളി നടത്താൻ എന്തർഹതയുണ്ട് എന്ന് സോഷ്യൽ മീഡിയ ചോദിച്ചു തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. അതവിടെ നിൽക്കട്ടെ. ഇന്നലെ രാത്രി അതേ രാഹുൽ മാങ്കൂട്ടത്തിൽ അതേ PV അൻവറിൻ്റെ കാല് പിടിക്കാൻ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു, രാഷ്ട്രീയ കേരളം കണ്ടു. അത്തരത്തിൽ ഒരു ഗതികേടിലായി കോൺഗ്രസ് എന്ന് കൃത്യമായി തന്നെ അവർ അവിടെ അടിവരയിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ഞാൻ UDFിലേക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ PV അൻവറിൻ്റെ കാല് പിടിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അയച്ചതാണോ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം? അതാണോ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്? ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് ആദ്യം മുതൽ തന്നെ ഇടതുപക്ഷം ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷക്കാലത്തെ കേരളത്തിൻ്റെ വികസന പുരോഗതിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ പ്രധാനമായും LDF മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വൈകിട്ട് 3 മണിക്ക് LDFിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായി പറയും എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയ പോരാട്ടം LDF നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയമായി ഈ ഒരു പോരാട്ടം നടത്താനുള്ള ശേഷി UDFിന് ഇല്ലാതായിരിക്കുന്നു. അവരെ സംബന്ധിച്ച് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ, കള്ളത്തരങ്ങൾ, വ്യാജ പ്രചരണങ്ങൾ, ഇതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വരാജിനെതിരായിട്ടുള്ള അടിസ്ഥാനരഹിതമായ ആരോപണം. സ്വരാജ് എന്ന് തൃപ്പൂണിത്തുറ MLA ആണ് എന്ന് ഓർക്കുക. അദ്ദേഹം ഇവിടെ വന്നില്ല എന്നുള്ള ആരോപണമാണ്. എവിടെ? കവളപ്പാറയിൽ വന്നില്ല, അദ്ദേഹത്തിൻ്റെ നാടാണ് എന്ന്. ഇപ്പോൾ തെളിവ് സഹിതം ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സ്ക്രീൻഷോട്ടുകളും എല്ലാം അവിടെയുണ്ട്. അത് പ്ലേ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട കള്ളത്തരങ്ങൾ കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമോ എന്നുള്ള ഒരു സമീപനം അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു പ്രചരണം നടത്തുകയാണ് UDF. അതിനെ വളരെ കൃത്യമായി തന്നെ കൗണ്ടർ ചെയ്യാൻ LDFിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ PV അൻവറിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു, പലസ്തീന് വേണ്ടി പോസ്റ്റ് ഇടുന്ന സ്വരാജ് എന്തുകൊണ്ട് നിലമ്പൂരിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അയാൾ ചോദിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ പോസ്റ്റുകളിൽ സ്വരാജ് കവളപ്പാറയിലെത്തിയതും അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിൻ്റെയും ഒക്കെ തന്നെ ദൃശ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അൻവർ അടക്കം ഇട്ട പോസ്റ്റുകൾ ഒക്കെ തന്നെ തെളിവായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. കാലമധികം പോയിട്ടില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയൊന്നും അത് മറഞ്ഞു പോകില്ല. അങ്ങനെ അടിസ്ഥാനരഹിതമായ വ്യാജ പ്രചരണങ്ങളിലൂടെ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ ഇങ്ങനെ കൊണ്ടുപിടിച്ച് നടത്താനുള്ള ശ്രമമാണ് ഈ UDFിൻ്റെ നുണ ഫാക്ടറികളിൽ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇന്നലെ ട്രെയിനിൽ വന്നപ്പോൾ ട്രെയിനിൻ്റെ ഗ്രില്ല് സ്വരാജ് ഊരി മാറ്റി ഫോട്ടോ എടുക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. സ്വരാജ് ഇരുന്നത് എമർജൻസി എക്സിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്ഥലത്താണ്. അപ്പോൾ ഈ ഗ്രില്ല് മേലോട്ട് പൊക്കി വെക്കാം. അപ്പോൾ അത് ഫ്രീ ആയിട്ട് ആ ഒരു ജനൽ മാത്രം ഫ്രീ ആയിട്ട് കിട്ടും. അതായത് ഒരു അപകടമുണ്ടാകുന്ന സമയത്ത് ആൾക്കാർക്ക് ട്രെയിനിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇന്ത്യൻ റെയിൽവേ അത്തരത്തിലൊരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് വരെ വ്യാജപ്രചരണം നടത്തുകയാണ്. സ്വരാജിന് വേണ്ടി റെയിൽവേയുടെ ഗ്രില്ല് ഇളക്കി മാറ്റി ഫോട്ടോ എടുക്കാൻ സൗകര്യമൊരുക്കി എന്നാണ് പറയുന്നത്. അത്രമാത്രം റെയിൽവേക്ക് UDF പരാതി കൊടുക്കാൻ പോകുന്നു. അങ്ങനെ ആൾക്കാർക്ക് പെട്ടെന്ന് കേട്ടാൽ തെറ്റിദ്ധരിക്കുന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിലെ പ്രചണ്ഡമായ ഒരു ഒഴുക്കായിരിക്കും ഒരുപക്ഷെ ഇനിയിപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ച് ഉണ്ടാവുക. കാരണം നേർക്ക് നേർ നിന്ന് നേരിടാനുള്ള ഒരു ശേഷിയൊന്നും UDFിനെ സംബന്ധിച്ച് തൽക്കാലം ഇല്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നേരത്തെ വിനീഷ് ചോദിച്ചതുപോലെ രാത്രിയിൽ അൻവറിൻ്റെ വീട്ടിലെത്തി സഹായം ചോദിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് അവർ എത്തിയത്. അത് എന്തോ ആയിക്കോട്ടെ. പക്ഷേ LDFിനെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയമായ ഒരു പോരാട്ടമാണ്. ആ രാഷ്ട്രീയമായ പോരാട്ടം നിലമ്പൂരിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള വലിയ ഒരു ചുമതല ഇവിടുത്തെ LDF പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്നു. അതുമാത്രവുമല്ല, M സ്വരാജ് എന്ന വ്യക്തി ഈ നാടിൻ്റെ സ്വന്തം പുത്രനാണ്. ഇവിടുത്തെ പള്ളിക്കൂടങ്ങളിൽ സഞ്ചിയും തൂക്കിപ്പോയി പഠിച്ച് ഇവിടുത്തെ വായനശാലകളിൽ പുസ്തകങ്ങളെടുത്ത് വായിച്ച് വളർന്ന് ഇവിടുത്തെ നാട്ടിൽ SFIക്ക് വേണ്ടി, ബാലസംഘത്തിന് വേണ്ടി, DYFIക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് നടന്ന വഴികൾ മാത്രമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അപരിചിതത്വവും സ്വരാജിനെ സംബന്ധിച്ച് ഇല്ല. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അദ്ദേഹത്തിൻ്റെ നാട്ടുകാരുമാണ് ഈ മണ്ണിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരു സ്ഥാനാർത്ഥിയായി സ്വരാജ് എത്തുമ്പോൾ അത്യധികം ആവേശത്തോടു കൂടി
ഹൃദയം കൊണ്ട്, ശരിക്കും പറഞ്ഞാൽ ഹൃദയം കൊണ്ട് ജനങ്ങൾ സ്വീകരിക്കുന്നത്. നമ്മൾ സാധാരണ തെരഞ്ഞെടുപ്പുകൾ, ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ട് നമ്മൾ. ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നലെ നിലമ്പൂരിൻ്റെ ടൗണിലൂടെ സ്വരാജ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഈ ആൾക്കാരുടെ എല്ലാം മുഖങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. വളരെ കൃത്യമായും സ്വരാജിനോട് സ്നേഹമുള്ള, സ്വരാജിനോട് ആഭിമുഖ്യമുള്ള ഒരു പറ്റം മനുഷ്യരെയാണ് ഈ തെരുവോരങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമൊന്നുമല്ല, അവർ ഈ പ്രകടനത്തിൻ്റെ ഭാഗമല്ല, അവർ ഈ പറയുന്നത് പോലെ മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും ഭാഗമല്ല. പക്ഷേ അവർക്ക് വളരെ കൃത്യമായി സ്വരാജിനോട് ഒരാഭിമുഖ്യമുണ്ട്. സ്വരാജിൻ്റെ വാക്കുകളോട്, സ്വരാജിൻ്റെ പ്രസംഗത്തോട്, സ്വരാജിൻ്റെ എഴുത്തിനോട്, സ്വരാജിൻ്റെ രാഷ്ട്രീയത്തോട് ഒക്കെ തന്നെ ഒരാഭിമുഖ്യമുണ്ട് എന്ന് അവരുടെ മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലിയുടെ ഒരു മണ്ണാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം വളരെ ശക്തമായി വേരുറച്ച് പടർന്ന് പന്തലിച്ച ഒരു മണ്ണാണ് നിലമ്പൂർ. പിന്നീട് ഈ പറയുന്ന ആര്യാടൻ കുടുംബത്തിൻ്റെ ഒരു പ്രതാപത്തിലേക്കൊക്കെ ഈ മണ്ണ് മാറിയതിനു ശേഷം ഈ കുറേ കാലം അവരുടെ ഒരു കുത്തകയായിരുന്നു എന്നുള്ളതാണ്. എങ്കിൽ പോലും ടി.കെ. ഹംസയും ഹരിദാസും അൻവറുമൊക്കെ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് ജയിച്ചു വന്ന ഒരു നാട്ടിലേക്കാണ് എം സ്വരാജ് എത്തുന്നത്. അത് താൻ പിറന്ന മണ്ണാണ്, ഇവിടുത്തെ ജനങ്ങൾ അതുകൊണ്ട് തന്നെ സ്വരാജിനോട് അങ്ങേയറ്റം ആഭിമുഖ്യവും സ്നേഹവും പ്രകടിപ്പിക്കുന്നു കാഴ്ചയാണ് ഇന്നലെ സ്വരാജ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ മുതൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനപ്പുറം മറ്റ് ചില രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി നിലമ്പൂരുമായി ബന്ധപ്പെട്ടുണ്ട്. അത് UDF-നുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. എല്ലാ കാലത്തും മുസ്ലിം ലീഗും ആര്യാടൻ കുടുംബവും തമ്മിൽ പോരാട്ടമായിരുന്നു. വാക്കുകൾ കൊണ്ട് ഏറ്റവും തീക്ഷ്ണമായി പരസ്പരം മുറിവേൽപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പാണക്കാട് കുടുംബത്തിലെ തങ്ങന്മാരെ തങ്ങളെന്ന് വിളിക്കാത്ത നേതാവായിരുന്നു കോൺഗ്രസിൻ്റെ ആര്യാടൻ മുഹമ്മദ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ശത്രുതയുടെ ആഴം എത്രമാത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് ഈ വിഷയങ്ങളൊക്കെ തന്നെ ഈ നാട്ടിൻ്റെ ചർച്ചകളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് UDF-ലെ ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും എത്രയൊക്കെ തോളിൽ കൈയിട്ട് സ്നേഹം പ്രകടിപ്പിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്ന കുടിപ്പക അത് പെട്ടെന്നൊന്നും അവസാനിക്കില്ല. വിനീഷ.